5 ടാസ്കിൽ രണ്ടാമത് വന്നത് ഡെന്നാണ്. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. സെബിനെ നീ പൊളിച്ചടുക്കി. പവർ ടീമിൻ്റെ വായടഞ്ഞു പോയെന്ന് മാത്രമല്ല, ആദ്യത്തെ ടീം വന്നപ്പോൾ ഭയങ്കര ഒത്തൊരുമ ഉണ്ടായിരുന്നു പവർ ടീം. ഇപ്പം 4 വഴിക്കായ പോലെയുണ്ട്. കാരണം അവിടെ ഗബ്രി മാത്രമാണ് അഭിപ്രായം പറയുന്നതെന്നും ഗബ്രി സ്വേച്ഛാധിപതിയെ പോലെ സംസാരിക്കുകയാണെന്നുള്ളത് സിബിൻ എടുത്ത് പറഞ്ഞ് അത് ശരിവെക്കുന്ന രീതിയിലും ആക്കി. അവസാനം പവർ ടീമിന് തന്നെ മനസ്സിലായി നമുക്ക് ബാക്കി 3 പേർക്ക് ഇവിടെ ഒരു വിലയൊന്നുമില്ല, ഗബ്രി മാത്രം ഇങ്ങനെ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് നമ്മളെ ഡൗൺ ആക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ പവർ ടീമും ക്യാപ്റ്റനും തമ്മിലാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാസ്മിൻ ഇതിൻ്റെ ഒരു ബ്രേക്ക് വന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്ത് പോയിട്ട് വേറെ എക്സ്പ്രഷൻ ഒന്നും ഇടല്ലേ, നമുക്ക് സമാധാനമായിട്ട് പോയിരുന്നിട്ട് സംസാരിക്കാമെന്ന്. ജാസ്മിൻ നിങ്ങൾക്ക് യൂണിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട് അതിന് കാരണം ആരാ. അപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി. കാരണം ഒരു ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, സെബിൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയാണ് എനിക്ക്. കാരണം ഈ ജാസ്മിൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, ഗബ്രിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ആവശ്യമില്ലാതെ അത് ഉപയോഗിക്കുമെങ്കിലും ഇവർക്കൊപ്പം പറഞ്ഞു നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾക്കാർ അവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ടാസ്കിൽ പൂജ വന്ന സമയത്തും എനിക്ക് സെയിം, ഓക്കെ പൂജയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇത് ടോപ്പിക്ക് വെച്ചിട്ട് ഫാക്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സിബിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗബ്രി ആണേലും ജാസ്മിൻ ആണേലും മ എന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത രീതിയിൽ വായടപ്പിച്ചിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ ഇതുവരെ ആ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ജാസ്മിൻ്റെ ആണേലും ഗബ്രിയുടെ ആണേലും ഞാൻ പറഞ്ഞല്ലോ 2 പേർക്ക് നല്ലതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരാണ്. ജാസ്മിൻ ആണേലും പെട്ടെന്ന് ഇങ്ങനെ പോയിന്റ് എടുത്തിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണേലും വേറെ പോയിന്റ് ആണേലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ടാക്കിൾ ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. റോക്കി ആണേലും ഇവരോട് സംസാരിച്ച് ചെല്ലുമ്പോഴത്തേക്കിനും എന്തെങ്കിലും വായിന്ന് വീണ് പോവും, ജാസ്മിൻ കയറി സ്കോർ ചെയ്യും, ആ രീതിയിലായിരുന്നു. ഇപ്പം വന്ന പൂജയാണെങ്കിലും ശരി സിബിനാണെങ്കിലും ശരി ഒരു രക്ഷയില്ല മക്കളെ. അവരുടെ അടുത്ത് ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം ജാസ്മിൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ ജാസ്മിൻ ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടായിട്ട് ഇങ്ങനെ വലിച്ചു കീറി ജാസ്മിൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഒരക്ഷരം ജാസ്മിന് മിണ്ടാൻ പറ്റുന്നില്ല. പിന്നെ ഇതുപോലുള്ള ഫൈറ്റാണ് വേണ്ടത്. എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആണെന്നറിയോ കണ്ടുകൊണ്ടിരിക്കാൻ. ഓരോ പോയിന്റും വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഒരു രക്ഷയില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് മാത്രമല്ല, നമുക്കിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതുപോലുള്ള ഫൈറ്റുകൾ ഇനിയും ഉണ്ടാവട്ടെ.